നമസ്തേ, എൻ്റെ പേര് ലിജിത രാജു. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. കുട്ടികൾക്കും സീനിയേഴ്സ് വീട്ടമ്മമാർക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് ജസ്റ്റ് കമൻറ്റിലോ DMലോ വന്ന് മെസ്സേജ് ചെയ്യുക. എനിക്കെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പതാകസ്ഥ വിനിയോഗയുടെ അർത്ഥങ്ങളാണ്, അതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പതാകസ്ഥ വിനിയോഗത്തിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യമായി നാട്യാരംഭേ. നാട്യാരംഭേ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ഡാൻസ്. നമ്മൾ ഡാൻസ് തുടങ്ങുന്നത് നാട്യാരംഭത്തിലാണ്. അത് പതാകസ്ഥ മുദ്രയിലാണ് നമ്മൾ ആ നാട്യാരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്യാരംഭേ ആദ്യത്തത്. നാട്യാരംഭേ. വാരിവാഹേ. വാരിവാഹേ എന്ന് പറഞ്ഞാൽ റെയിനി ക്ലൗഡ്സ്, മഴമേഘങ്ങൾ ആണ് അതിന് അർത്ഥമാക്കുന്നത്. വനേ. വനേ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫോറസ്റ്റ്, വനം, വനേ. വസ്തുനിഷേധനേ. എന്തും നിഷേധിക്കുന്ന, എന്തിനെ നമ്മൾ വേണ്ട എന്ന് പറയുന്നത് ഈ മുദ്രകളിൽ. കുചസ്ഥലേ എന്ന് പറയുന്നത് വിമൻസിൻ്റെ ചെസ്റ്റിനെയാണ് അങ്ങനെ പറയുന്നത്, കുചസ്ഥലേ. നിഷായാംശ്ച. നിഷായാംശ്ച എന്ന് പറയുന്നത് നൈറ്റ്, രാത്രിയിൽ നമുക്ക് നടക്കുമ്പോൾ ഇരുട്ട് പേടിയല്ല, അപ്പം നിഷായാംശ്ച. ഓക്കെ. നദ്യാം. നദ്യാം മീൻസ് റിവർ, നദി. അമരമണ്ഡലേ. അമരമണ്ഡലേ മീൻസ് ഹെവൻ, സ്വർഗം. അമരമണ്ഡലേ. അപ്പം ഇതണക്ക് എന്തെങ്കിലും മീനിങ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം, അമരമണ്ഡലേ. ഓക്കെ. അടുത്തത് തുരങ്കേ. തുരങ്കേ മീൻസ് ഹോഴ്സ്, കുതിര. തുരങ്കയ്ക്ക് നമ്മളിങ്ങനെ എടുക്കുന്നത്. തുരങ്കേ കഴിഞ്ഞടുത്തത് ഖണ്ഡനെ. ഖണ്ഡനെ മീൻസ് കട്ടിങ്. നമ്മൾ കട്ടിങ് ചെയ്യുന്നതിനാണ് ഖണ്ഡനെ. വായു. വായു മീൻസ് അറിയാമല്ലോ, എയർ, വായു. അടുത്തത് ശയനെ. ശയനെ മീൻസ് സ്ലീപ്പിംഗ്, ശയനെ. അടുത്തത് ഗമനോദ്യമേ. ഗമനോദ്യമേ എന്ന് വെച്ചാൽ ഗമിക്കുക, നമ്മൾ വാക്കിംഗ് ചെയ്യുക, നടക്കുന്നതിനാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ്സിനാണ് ഇങ്ങനൊരു ആക്ഷൻ കൊടുക്കുന്നത്. പ്രതാപേച്ച. പ്രതാപേച്ച എന്ന് പറയുന്നത് പ്രതാപേച്ച നമ്മൾ അവരെ എന്താ പറയുക, അവർക്കൊരു പവർ ഉണ്ട്, അവരെ നമ്മൾ പുകഴ്ത്തത്തില്ല, ഇങ്ങനെ നമ്മൾ പുകഴ്ത്തുന്നതിനാണ്. ദൈവങ്ങളെയാണ് കൂടുതലും നമ്മൾ പ്രതാപേച്ച പുകഴ്ത്തുന്നതിനെയാണ്. ജസ്റ്റ് അവരെ ഒന്ന്, അവരുടെ പവർ ഒന്ന് കാണിക്കുക. പ്രതാപേച്ച. പ്രസാദേച്ച. പ്രസാദേച്ച. പ്രസാദേച്ച എന്ന് വെച്ചാൽ അനുഗ്രഹിക്കുക, ബ്ലെസ്സിങ്. പ്രതാപേച്ച. അടുത്തത് അലപത്മത്തിൽ പിടിച്ച് ചന്ദ്രികായാം. ചന്ദ്രികായാം എന്ന് പറയുന്നത് മേളിൽ നോക്കണം. ചന്ദ്രികായാം എന്ന് വെച്ചാൽ, ചന്ദ്രികായാം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രകാശത്തിനെയാണ്, നിലാവ് എന്നൊക്കെ പറയും. ഖനാതപേ. ഖനാതപേ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ അതിശക്തമായ ചൂട്, സഹിക്കാനാവാത്ത ചൂടിനെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. ഖനാതപേ. കവാടപാടനേ എന്ന് വെച്ചാൽ ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ദ ഡോർ. നമ്മുടെ വാതിലുകൾ ഓപ്പൺ ചെയ്യുന്നതും തുറക്കുന്നതിനും നമ്മൾ ഈ ഒരു പതാകസ്ഥ മുദ്രയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സപ്തവിഭക്ത്യതേ. തരംഗകേ. തരംഗകേ എന്ന് പറയുന്നത് വേവ്സ്, അതായത് തിരമാലകൾ. തിരമാലകളെയാണ് നമ്മൾ ആ ഒരു തിരമാലകളുടെ എന്തെങ്കിലും പോർഷൻ നമുക്ക് വരുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യാം. വീതി പ്രവേശ ഭാപേപി. വീതി പ്രവേശ വാഭേപി എന്ന് പറയുന്നത് എൻറ്ററിങ് എ സ്ട്രീറ്റ് എന്ന് പറയും, തെരുവ് കാണിക്കൽ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അടുത്തത് സമത്വേജ. സമത്വേജ മീൻസ് ഇക്വാളിറ്റി. സമത്വേജ, എല്ലാവർക്കും ഒരേ സമത്വത്തിലെ. സമത്വേജ. അങ്കരാംഗകേ. നമ്മുടെ ബോഡി കാണിക്കണം, അങ്കരാംഗകേ. നമ്മുടെ കൈകളിലെ മസാജിങ് കാണിക്കണം, അങ്കരാംഗകേ. അങ്കരാംഗകേ ഇങ്ങനെയും കാണിക്കാം, അങ്കരാംഗകേ. മസാജിങ് ആയിട്ട് കാണിക്കാം, ഇങ്ങനെ. അതായത് നമ്മുടെ ദേഹത്തേക്ക് ചന്ദനം തേക്കുന്നതായിട്ട്, അങ്കരാംഗകേ. മസാജിങ് ദ സാൻഡിൽ പേസ്റ്റ് എന്നും പറയാം. ഓക്കെ, കാണിക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, അങ്കരാംഗകേ. ഓക്കെ, ഇതാണ് അങ്കരാംഗകയുടെ മൂവ്മെൻറ്റ്സ്. അടുത്തത് ആത്മാർത്ഥേ. ആത്മാർത്ഥേ എന്ന് പറയുന്നത് നമ്മൾ സ്വയം കാണിക്കലാണ്, അതായത് വൺ സെൽഫ് എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥേ. ശപതേ ചാപി. ശപതേ ചാപി എന്ന് പറയുന്നത് സത്യം, നമ്മൾ സത്യം ചെയ്യുന്ന. ശപതേ ചാപി. തൂഷ്ണിം ഭാവനിദർശനേ. തൂഷ്ണിം ഭാവനിദർശനേ എന്ന് പറയുന്നത് സൈലൻസ് അല്ലെങ്കിൽ സീക്രട്ട് അല്ലെങ്കിൽ സൈലൻസ് ആണ്, മിണ്ടാതിരിക്കുക. ആ ഒരു മൂവ്മെൻറ്റ്സിനെയാണ് ഈ തൂഷ്ണിം ഭാവനിദർശനേ. താലപത്രേച്ച. പാം ലീഫ്. താലപത്രേച്ച.
കേ തേച്ച മീൻസ് ഷീൽഡ് എന്നാണ് പറയുന്നത്. കേ തേച്ച ദ്രവ്യാദി സ്പർശനെ, ടച്ചിങ് തിങ്സ്, നമ്മൾ വസ്തുക്കളെ ടച്ച് ചെയ്യുന്നതിന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അടുത്തത് ആശീർവാദ ക്രിയായാംശ്ച, ആശീർവദിക്കുക, അതായത് ബ്ലെസ്സിങ്സ്. ആശീർവാദ ക്രിയായാംശ്ച നൃപശ്രേഷ്ഠസ്യ ഭാവനെ, പവർഫുൾ കിങ്, രാജാക്കന്മാർ, നല്ല പവർഫുൾ കിങ്ങിനെയൊക്കെ നമ്മൾ ഈ ഒരു പോസ്റ്റിലാണ് കൊടുക്കുന്നത് പതാകാസ്ഥ വെച്ചിട്ട്. ഓക്കെ, ആശീർവാദ ക്രിയായാംശ്ച നൃപ സിന്ധൗ, സിന്ധൗ മീൻസ് ഓഷൻ, കടൽ, സിന്ധൗ. സുഹൃതിക്രമേ, ടു ബി ഗുഡ് എന്നൊക്കെ പറയാം, സുഹൃതിക്രമേ. അടുത്തത് സംബോധനെ. സംബോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സിങ് സം വൺ, അതായത് നമ്മൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നതിന് ഇങ്ങനെയാണ് പറയുന്നത്. സംബോധനെ പുരോകേപി എന്ന് വെച്ചാൽ ടു മൂവ് ഫോർവേഡ്, മുമ്പോട്ട് വരിക, മുമ്പോട്ട് വരിക, ടു മൂവ് ഫോർവേഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സംബോധനെ പുരോകേപി ഖഡ്ഗരൂപസ്യ ധാരണേ എന്ന് വെച്ചാൽ വാൾ പിടിക്കുക. നമ്മുടെ കയ്യിൽ വാളുണ്ട്, വാൾ വെച്ച് ഇങ്ങനെ പിടിക്കുന്നതിനെയാണ് ഖഡ്ഗരൂപസ്യ ധാരണേ എന്ന് പറയുന്നത്. മാസേ മന്ത്, മാസം. സംവത്സരേ ഇയർ എന്ന് പറയും. പിന്നെ വർഷദിനെ റെയിനി ഡേ. സമ്മാർജനെ തൂത്തുവാരുക. അപ്പോൾ ഇത്രയാണ് പതാകാസ്ഥ വിനിയോഗയുടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാ ലെസണും നോക്കി പോകുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുന്നത്തെ വീഡിയോയിൽ പതാകഹസ്ത വിനിയോഗാസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പതാകഹസ്ത വിനിയോഗാസിൻ്റെ അർത്ഥങ്ങൾ കൂടി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ വന്ന് വീഡിയോ കാണുക. ഇനിയുള്ള വീഡിയോസിലെല്ലാം ഓരോ മുദ്രകളുടെ വിനിയോഗാസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. എല്ലാവർക്കും നമസ്തേ.